ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുമരകത്താണ്. പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആരാണ് ഇവിടെ മുഖ്യമന്ത്രിയാകുന്നത്, ആരാണ് LDF ആണോ UDF ആണോ ഇവിടെ ഭരിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ BJP എത്ര സീറ്റ് പിടിക്കും, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാം. ഈ അടുത്തത് LDF ആയിരിക്കുമോ UDF ആയിരിക്കുമോ ഭരിക്കുന്നത് കേരളം? എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിയത്തില്ല. കേരളം ഇനി ആര് ഭരിക്കും? ഒരു ഐഡിയ ഇല്ല. BJP എത്ര സീറ്റ് പിടിക്കും? 2 സീറ്റാണ്. കോൺഗ്രസ് വരുവാൻ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക? പ്രവചനം പറയാൻ പറ്റൂല. LDF വരുമോ UDF വരുമോ കേരളത്തിൽ? പിണറായി വീണ്ടും വരുമോ? കേരളത്തിൽ LDF ആണോ UDF ആണോ? പിണറായി വിജയൻ ഇഷ്ടമാണോ? ആരായിരിക്കും LDF ആയിരിക്കും UDF ആയിരിക്കും ഭരിക്കുക കേരളം? മാറ്റം വേണം. എല്ലാവരും ഭരിച്ചു നോക്കട്ടെ, അപ്പോൾ അറിയാലോ. BJP എത്ര സീറ്റ് പിടിക്കും? BJP ഒന്നും വേണ്ട. LDF ആണോ UDF ആണോ? LDFന് BJP എത്ര സീറ്റ് പിടിക്കും? BJP 2 സീറ്റ് പിടിക്കും. വീണ്ടും വരുമോ? ഇല്ല. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക? VD. BJP എത്ര സീറ്റ് പിടിക്കും? 3 or 4. LDF ആണോ UDF ആണോ BJP ആണോ കേരളം ഭരിക്കാൻ? UDF ആയിരിക്കും. UDF വരുവാൻ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക? അതറിയത്തില്ല. എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്? അറിയില്ല. ഓക്കെ. LDF ആണോ UDF ആണോ BJP ആണോ? കേരളം LDF ഭരിക്കുന്നുള്ളതാണ്. എന്താ ഗുണം LDFിൻ്റെ? ഏറ്റവും താഴേക്കടയിലുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ക്ഷേമ പെൻഷനാണെങ്കിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കകത്ത് നേരിട്ടിടപെട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലെ MLAമാർ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് LDF വരും എന്നുള്ളതാണ് കാണുന്നത്. 10 വർഷം മുമ്പുള്ളൊരു ഗവൺമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോ ആൾക്കും ഈ കഴിഞ്ഞ 10 വർഷം മറക്കാൻ വേണ്ടി കഴിയില്ല. നമുക്കിപ്പം പവർ കട്ടിനെ പറ്റി അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥിതി ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നേരിട്ട് അനുഭവിച്ച ഒരു ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ തവണ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ 2 ദിവസമായി പല സർവേയും എല്ലാം കാണുന്നുണ്ട്. അതാണ് ജനങ്ങൾ ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അന്തിമമായി തീരുമാനമെടുക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ളത് കാണുന്നില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് തുടരുമെന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയാണ്? BJP കേരളത്തിൽ ഒരു സീറ്റിലും വരുമെന്ന് കരുതുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിലയിൽ BJPക്ക് ഏതെങ്കിലും ഒരു എഡ്ജ് ഇവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. അത് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളത്. അവർ ഈ പറഞ്ഞിരിക്കുന്ന ഒരിക്കലും BJP പോലുള്ള ഒരു പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അനുവദിക്കുമെന്ന് കരുതുന്നില്ല. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ സാധ്യത? കോൺഗ്രസ് വരുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം മുഖ്യമന്ത്രി നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ, മുൻകാല ചരിത്രങ്ങളെല്ലാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായി ഒരാളെ നമുക്കിപ്പം പറയാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം പോലും ഇല്ല. അവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു കേരളത്തിലെ UDFനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ പരിശോധിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പെല്ലാം ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് MLAയും മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആവാൻ വേണ്ടിയാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ കേരളത്തെ, ഇപ്പം നമുക്കറിയാം കേരളം കഴിഞ്ഞൊരു 10 വർഷക്കാലം നമ്മൾ പരിശോധിച്ചാൽ വലിയ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കേരളം കടന്നുപോയിട്ട്. അപ്പോൾ ഇപ്പോൾ പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏത് പ്രതിസന്ധി വന്നാലും കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യൻ നല്ല ധൈര്യത്തോടെ അതിനെ നേരിടും. അതിൻ്റെ ഒരു കാരണം ഈ ഗവൺമെൻറ്റാണ്. ഈ കേരളത്തിലെ ഗവൺമെൻറ് ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണമെന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 3-4 ആളുകളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായ രൂപീകരണം പോലും അവരുടെ പാർട്ടിക്കുള്ളിൽ നടത്താൻ കഴിയാത്തുന്ന ആളുകൾ കേരളത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തെ എങ്ങനെ മറികടക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം അതെല്ലാം നേരിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൽ UDF ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഈ വട്ടം എന്തായാലും കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പല ആളുകളുടെയും പേരൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ വെറുതെ പറഞ്ഞ് നമ്മുടെ ഒരു അതെ 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 അത്രയല്ലേ ഉള്ളൂ. നമുക്കറിയാൻ പറ്റില്ല. അതിനകത്തൊരു എനിക്കറിയില്ല. വോട്ട് ചെയ്തില്ലേ? വോട്ട് ചെയ്തായിരുന്നു. അങ്ങനെ പറയാം. UDF വരുമോ? അത് LDF മാത്രമേ. എന്തുകൊണ്ടാണ് LDF വരും എന്ന് പറയാൻ കാരണം? മറ്റേ 10 കൊല്ലമായിട്ട് കേരളം ഇന്നവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ, എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാരാണ് കൊണ്ട്. അത് മറ്റേ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും സമസ്ത മേഖലകളിലും മറ്റേ LDF അവരുണ്ട്. അപ്പം വേറെ മാറി ചിന്തിക്കേണ്ട ആവശ്യം നിലവിലില്ല. കോൺഗ്രസ്സുകാർ വെറുതെ വെള്ളം കോരുവാണല്ലോ. കോൺഗ്രസ്സുകാർ വെള്ളം കോരുകയോ കോരായിരിക്കുകയോ, പക്ഷേ ജനങ്ങൾക്ക് ആവശ്യം ഈ സർക്കാരിനാണ്. ഈ സർക്കാരിനെ തുടർന്ന് ചെയ്യേണ്ടത് ഇവിടെ മറ്റേ CPM മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. കാരണം ഈ എക്സിറ്റ് പോളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, എക്സിറ്റ് പോളുകൾ അവസാനമാക്കല്ല. അവസാനമാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണയും എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നു, അതിനെ തെറ്റിപ്പോയി. പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോളിൽ 2 എക്സിറ്റ് പോൾ UDF ഭരണം കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള എക്സിറ്റ് പോൾ പറഞ്ഞേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80 ഇടയ്ക്കാണ് LDF സീറ്റ് വന്നത്. അതെല്ലാം മാറി 99 സീറ്റോടുകൂടി വന്നില്ല. അത് അപ്പം എക്സിറ്റ് പോളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ജനങ്ങളാണ്, ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും പിണറായി തിരിച്ചു വരും. പിണറായി അല്ലേ LDF തിരിച്ചു വരും. അതുപോലെ തന്നെ 10 കൊല്ലമായിട്ട് ഈ സർക്കാരിനെ നയിച്ചത് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു വരണമെന്നാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കുന്നത്? വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അത് എല്ലാ വർഷവും കൃത്യമായിട്ട് ചെയ്ത കാര്യങ്ങൾ, അത് പ്രകടന പത്രികയിലുള്ള കാര്യം അല്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അത് എല്ലാ വർഷവും അതിനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ തയ്യാറാക്കി ചെയ്തേക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സർക്കാരുള്ളൂ, അത് LDF സർക്കാർ. ഓക്കെ. പിന്നെ BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യത? BJP വന്നിട്ട് എന്ത് കാണിക്കും? നമ്മൾ ജനങ്ങൾ ഒരു കോർപ്പറേഷൻ കൊടുത്തു, ആ കോർപ്പറേഷൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ സംസ്ഥാനം കൊടുത്താലുള്ള അവസ്ഥ എന്തായി? BJP ഒന്നും കേരളത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല. അവരുടെ ഏറ്റവും വലിയ സീറ്റെങ്കിലും പിടിക്കുമോ? 2 സീറ്റെങ്കിലും പിടിക്കുമോ? 2 സീറ്റില്ല, 1 സീറ്റ് പോലും പിടിക്കത്തില്ല. അതിനുള്ള സാഹചര്യം നിലവിൽ കേരളത്തിലില്ല. കേരളത്തിൽ നിലവിലില്ല, ഇനി അങ്ങോട്ടില്ല. ചേട്ടാ, ഞങ്ങൾ 2 ചോദ്യം ചോദിക്കും. കേരളത്തിൽ ആരായിരിക്കും അടുത്ത? LDF ആണോ, UDF ആണോ, BJP ആണോ? കേരളത്തിൽ ആരായിരിക്കും? LDF ആണോ, UDF ആണോ, BJP ആണോ? അത് LDF വരും. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന LDF വന്നാലും ഉള്ളൂ. എന്തുവായാലും 10 വർഷത്തെ ഭരണം തൃപ്തികരമാണോ? തീർച്ചയായിട്ടും മുൻവെച്ച് നോക്കുവാണെങ്കിൽ തൃപ്തികരം. BJP എത്ര സീറ്റ് പിടിക്കും കേരളത്തിൽ? BJPക്ക് 1 സീറ്റ് കിട്ടും. 1 സീറ്റ് കിട്ടും. 1 സീറ്റ് കിട്ടും. കോൺഗ്രസ് വരികയാണെന്ന് ഉദ്ദേശിച്ചു. വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസ് വരുവാണ്. ആരാണ് മുഖ്യമന്ത്രി? വേണുഗോപാലായിരുന്നു. അതോ ഈ അടിയുണ്ടാക്കി 2.5 വർഷമൊക്കെ പോകുമോ? അത് നേരത്തെ ആന്റണിനെ കയറി എല്ലാവരും കൂടെ കൂടി പുള്ളിനെ താഴ്ത്തിട്ടില്ല. എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി വന്നില്ലേ, അത് തന്നെ കാര്യം. തീർച്ചയായിട്ടും അടി ഓപ്പർ അടി ഉണ്ടാവും. പ്രളയവും എല്ലാം ജനങ്ങളെ സംരക്ഷിച്ചത് ആരാണ് എന്ന് അവർ വിലയിരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും UDF ആണെന്നാണ് പ്രതീക്ഷ. UDF വരുവാൻ ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തല ആണെന്നാണ് ആഗ്രഹം. അങ്ങനെയാണ് അതിയായ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിടത്തോളം കാലം ഹോംവർക്ക് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച്. അതുകൊണ്ട് ഒരു 80% അങ്ങേർക്കാണ് അതിൻ്റെ യോഗ്യത. BJP എത്ര സീറ്റ് പിടിക്കും? BJP 1 സീറ്റ് പോലും കിട്ടുന്ന കാര്യം സംശയമാണ്. ഞാൻ BJPക്ക് എതിരായതുകൊണ്ടല്ല. പിണറായി വിജയന്റെ ഭരണത്തിലെ പരാജയങ്ങൾ എന്തൊക്കെയാണ്? അഴിമതിയാണ് ഏറ്റവും വലുത്. നമ്മൾ ജനങ്ങൾ അറിയാത്ത ഒരുപാട് അഴിമതികൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബിജു പ്രഭാകർ അനാവധി ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ B. അശോകൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പോൾ അങ്ങേർക്ക് ഇഷ്ടമല്ലാത്തവരെല്ലാം സ്വേച്ഛാധിപത്യം. ശബരിമല അമ്പോ പോക്ക് അയ്യപ്പ സംഗമം നടത്തി കോടികൾ ദുരുപയോഗം ചെയ്തതല്ലാതെ നിർബന്ധിച്ച് സ്ത്രീകളെ ബിരിയാണിയും പൊറോട്ടയും ഇറച്ചിയും കൊടുത്തിട്ട് സ്ത്രീകളെ കയറ്റേണ്ട കാര്യമല്ലോ ഉണ്ടോ? അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്? സംശയമൊന്നുമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഈ ഗവൺമെന്റ് ഒന്നും ആരെല്ലാം പിടിക്കും. ശക്തമായ ഒരു സർക്കാർ. പക്ഷേ BJPക്ക് 10 സീറ്റോടെ കിട്ടുവാണെങ്കിൽ ശക്തമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കുറച്ച് ഉന്നയിക്കാൻ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. 5 സീറ്റ് കിട്ടിയാൽ പോലും ഉണ്ടാവും. കിട്ടുന്നത് നല്ലതാണ്. കിട്ടുന്നത് കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ BJPക്കാരനല്ല, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. 80 സീറ്റ് കിട്ടുന്നതിനേക്കാൾ നല്ലത് 72, 74, 60 അങ്ങനെ മര്യാദയ്ക്ക് ഭരിക്കും. പേടിയുണ്ട്. കേരളത്തിൽ ആരായിരിക്കും? LDF ആണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തല വരണമെന്നാണ് ആഗ്രഹം. പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പബ്ലിക്കിനോട് ഇടപെടുന്ന രീതി അത്ര നന്നായിട്ട് തോന്നുന്നില്ല. പിന്നെ BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യത?
2-3 സീറ്റ് പിടിക്കായിരിക്കും. ലോകസഭയായിരിക്കും BJP 4 സീറ്റ് പിടിക്കും. കേരളത്തിൽ ആരായിരിക്കും? LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും? ആരാ അടുത്ത ഭരിക്കാൻ പോകുന്നത്? LDF. എന്താ കാരണം LDF എന്ന് പറയുന്നത്? വികസനം തുടർച്ചയാണെങ്കിൽ LDF വേണം. ഇപ്പം കണ്ടിരിക്കുന്ന വികസനങ്ങളെല്ലാം പോലത്തെയാണ്. ശരി. നല്ല ഭരണമായിരുന്നു 10 വർഷം. പിന്നെ നല്ല ഭരണമായിരുന്നു. പിന്നെ കോൺഗ്രസ് ഭരിക്കാൻ ആരും ഇല്ല. ഇപ്പം തന്നെ അടി തുടങ്ങി. അപ്പോൾ ഈ ഭരിക്കുമ്പോഴും ഈ അടി തുറന്നുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം 2 മാസം ഭരിക്കുകയല്ലോ അവർക്ക് കിട്ടിയാൽ തന്നെ. അപ്പോൾ ഈ കസേരയിൽ നിന്ന് അയാളെ വലിച്ച് താഴെ ഇടാൻ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ 3 പേരും കൂടെ കൂട്ടയടിയല്ലേ. ഇനിയിപ്പോൾ എന്നാ ആരും അഥവാ UDF വന്നാൽ ഒരു 3 മാസം കൊണ്ട് ഭരിക്കുകയില്ല. ആളിറങ്ങി അടുത്ത ആൾ കയറും. പിന്നെ സതീശനെ വലിക്കാൻ രമേശ് നോക്കും, രമേശിനെ വലിക്കാൻ മറ്റേ കേസി. ശരി. ആ പരുവത്തി ഇരിക്കും. പിന്നെ ഇപ്പം വോട്ട് ചെയ്ത ജനങ്ങൾ മണ്ടന്മാരായിരിക്കും. പിന്നെ അബദ്ധമായെന്ന് ഉറപ്പല്ലേ. LDF വരും 100% ഉറപ്പാണ്. BJP എത്ര സീറ്റ് പിടിക്കാം? എന്നാലും ഒരു സീറ്റ് കിട്ടിയെങ്കിലായി. ഇവിടെ ഭരിക്കുക BJP ആയിരിക്കും. ആരായിരിക്കും? LDF. ആണോ? പിണറായി ഇഷ്ടമാണോ? സ്കൂളിലൊക്കെ മാറ്റമുണ്ടോ? നിങ്ങളുടെ പഴയ സ്കൂളൊക്കെ മാറിയോ? കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, പുതിയ പാർക്ക്, വർണ്ണക്കൂടാരം പദ്ധതിയിൽ പുതിയ പാർക്കൊക്കെ വന്നു. എങ്ങനെയുണ്ട്? ആര് വരും? LDF. LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും? LDF ആയിരിക്കും. പിണറായി വിജയന്റെ ഭരണം കൊള്ളാമായിരുന്നു ഈ 10 വർഷത്തെ? കുഴപ്പമില്ല. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തല. BJP എത്ര സീറ്റ് പിടിക്കും? മാക്സിമം ഒരു കേരളത്തിലെ LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും അടുത്തത്? LDF ആയിരിക്കും. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുവാണോ? അതാണ് ചാൻസ്, അവർക്കാണ് കൂടുതൽ. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? വരുവാണെങ്കിൽ രമേശ് ചെന്നിത്തല. BJP എത്ര സീറ്റ് പിടിക്കും? 3-7 സീറ്റ് വരെ. ശരി, 3-7 സീറ്റ് വരെ പിടിക്കാൻ സാധ്യത. അല്ല, ആരായിരിക്കും? LDF ആയിരിക്കും, UDF ആയിരിക്കും, BJP ആയിരിക്കും അടുത്ത വരുന്നത്? UDF. UDF വരുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തല. BJP എത്ര സീറ്റ് പിടിക്കും? 3. അത് LDF ആയിരിക്കും. പിണറായിയുടെ 10 വർഷത്തെ ഭരണം നല്ലതായിരുന്നു. വളരെ നല്ലായിരുന്നു. BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്? 2 അല്ലെങ്കിൽ 3. കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? സാധ്യത അതാരും വരും. പിണറായി വീണ്ടും വരുമോ? അറിയാമോ? എൻ്റെ ആഗ്രഹം. ഇനി കോൺഗ്രസ് വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ഒന്നുണ്ട്. ആരാ വരും? പിണറായി വീണ്ടും വരുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.